ശബരിമല സ്വർണ്ണപീഠം കാണാതായതിൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രതിക്കൂട്ടിൽ. പീഠം 4.5 വർഷം ഒളിപ്പിച്ചുവെച്ച് ഉണ്ണികൃഷ്ണൻ എല്ലാവരെയും വിഡ്ഢികളാക്കിയെന്ന് ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ. കാണാനില്ല എന്ന പരാതിക്ക് പിന്നിൽ ഗൂഢാലോചനയും ആസൂത്രിത നീക്കവുമെന്നും മന്ത്രി. ഏതായിരുന്നാലും അതിൻ്റെ പിന്നിൽ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന രൂപത്തിൽ പരാതിയായി വരികയും അതിനുശേഷം അവിടെ നാടകം കളിക്കുകയൊക്കെ ചെയ്തപ്പോൾ അതിൻ്റെ പിന്നിൽ ആസൂത്രിതമായൊരു നീക്കമുണ്ടോ, ഒരു ഗൂഢാലോചനയുണ്ടോ എന്ന് സ്വാഭാവികമായി നമുക്ക് സംശയിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ട് ഉണ്ണികൃഷ്ണൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ വരുന്നത് ഈ 4.5 വർഷമായി കാര്യം എടുത്ത് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കണ്ടില്ലെന്ന് പറഞ്ഞ് നമ്മളെല്ലാം ബഹുജനങ്ങളെ ആകെ വിഡ്ഢികളാക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത്. ദേവസ്വം ബോർഡിനെ മോഷ്ടാവാക്കിയ ഉണ്ണികൃഷ്ണനെതിരെ ശക്തമായ അന്വേഷണം വേണമെന്ന് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇയാളുടെ കയ്യിൽ ഉണ്ടല്ലോ, ഇതറിയാമായിരുന്നിട്ടും എന്തിനു വേണ്ടിയാണ് ഇത് ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചു എന്ന രീതിയിൽ പഴിചാരി കള്ളം പറഞ്ഞത്? അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കട്ടുകൊണ്ടുപോയി എന്ന് ആരോപണം ഉന്നയിച്ചത്. ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ, ഇവിടുത്തെ BJP നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞതെന്താ? എന്നെ മോഷ്ടാവാക്കിയില്ലേ? അതിനാരാ സമാധാനം പറയുന്നത്? ശബരിമല ദ്വാരപാലക പീഠം ഒളിപ്പിച്ച് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയതായി സംശയം. വീട്ടിൽ സൂക്ഷിച്ച പീഠത്തിൽ പൂജ നടത്തി ഭക്തരിൽ നിന്ന് പണം പിരിച്ചതായി വിജിലൻസിന് സൂചനയുണ്ട്. സ്വർണ്ണപ്പാളി കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് നിർണായകമായ കണ്ടെത്തൽ. ദേവൻ MP ചേരുന്നു വിവരങ്ങളുമായി. ദേവൻ, ഈ ശബരിമല സ്വർണ്ണപീഠ കേസിൽ, സ്വർണ്ണപ്പാളി കേസിൽ ഒരു വല്ലാത്ത ട്വിസ്റ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇദ്ദേഹം പീഠം ഒളിപ്പിച്ചു വച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം. അതെങ്ങനെ സാധ്യമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹം അത് പുറത്തേക്ക് പരാതിയായി പറയുന്നത് വരെ എന്തുകൊണ്ടാണ് അത് കണ്ടെത്താൻ കഴിയാതെ പോയത്? എന്താണ് ഈ വാർത്ത പരിശോധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ലക്ഷ്മി, ശബരിമല ദ്വാരപാലക പീഠങ്ങളിലെ സ്വർണ്ണ പീഠങ്ങൾക്ക്, അതായത് ഈ വിവാദങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും സ്വർണ്ണപീഠം കാണാതായെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അതിന്മേൽ അന്വേഷണം നടക്കുന്നു. ഒപ്പം തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, BJP അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ സർക്കാരിനെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഈ വിവാദങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിനെല്ലാം തുടക്കമിട്ട, ആരോപണം ഉയർത്തിയ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് ഇത് ഇത്രയും നാൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് എന്നുള്ള കണ്ടെത്തലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നത്. അതും ഉണ്ണികൃഷ്ണൻ തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ എത്തിക്കൊണ്ട് ഇത്തരത്തിൽ സ്വർണ്ണപീഠങ്ങൾ കാണാനില്ല എന്നുള്ളൊരു പരാതി ഉന്നയിക്കുന്നു. അതിന്മേലൊരു അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ, ഹൈക്കോടതി ഒരു അന്വേഷണം പ്രഖ്യാപിച്ചപ്പോഴാണ് ഇത്തരത്തിൽ വിജിലൻസ് ഇത് കഴിഞ്ഞ 4.5 വർഷത്തോളമായി ഉണ്ണികൃഷ്ണന്റെ സഹായിയായിട്ടുള്ള വാസുദേവന്റെയും പക്കൽ തന്നെ ഉണ്ടായിരുന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുന്നത്. അതിനു പുറമെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം 25-ാം തീയതിയാണ് ഉണ്ണികൃഷ്ണന്റെ സഹോദരിയുടെ, വെഞ്ഞാറമൂടുള്ള സഹോദരിയുടെ വീട്ടിലേക്ക് ഈ പീഠം എത്തിക്കുന്നതും അത് അവിടെ സൂക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നത്. അവിടെ എത്തിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിജിലൻസ് ഈ സ്വർണ്ണപീഠങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ പുറത്തു വരുന്ന നിരവധി പുതിയ വിവരങ്ങളുണ്ട്. അതായത് ഇപ്പോൾ കഴിഞ്ഞ 4.5 വർഷമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം ഒളിപ്പിച്ചതിൽ ഒരു ദുരൂഹത ബാക്കി നിൽക്കുന്നുണ്ട്. അതായത് പീഠവും സ്വർണ്ണപ്പാളിയും മറയാക്കി ഉണ്ണികൃഷ്ണൻ പോറ്റി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ വിജിലൻസിന് ലഭിക്കുന്നത്. ജീവനക്കാരൻ്റെ വീട്ടിൽ സൂക്ഷിച്ച ഈ പീഠത്തിൽ പൂജകൾ നടത്തിയിരുന്നത്, പ്രത്യേകിച്ചും അയ്യപ്പ ഭക്തന്മാരിൽ നിന്നും പണം ഈടാക്കിക്കൊണ്ട് പൂജകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ച ദേവസ്വം മന്ത്രിയുടെയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ വാക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും, സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നു. ശബരിമലയുടെ വികസനത്തിനായി ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടി നിരവധി വിദഗ്ധരെയും ഒപ്പം തന്നെ അയ്യപ്പ ഭക്തരെയും എത്തിച്ചുകൊണ്ട് പമ്പയിൽ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു. അതിന് കളങ്കമേൽപ്പിക്കാനുള്ള ഒരു ആസൂത്രണ നീക്കമായിരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഇതിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളൊരു സംശയമാണ് ഇപ്പോൾ ദേവസ്വം മന്ത്രിയും ഒപ്പം തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉന്നയിക്കുന്നത്. കൃത്യമായും ഈ ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 5 ദിവസം മുൻപ് ഇത്തരം ഒരു ആരോപണവുമായി അല്ലെങ്കിൽ ഒരു വിവാദവുമായി ഈ പരാതിക്കാരൻ എത്തുന്നു. അദ്ദേഹം തന്നെ ഒളിപ്പിച്ചു വെച്ച സാധനം കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയുമായി എത്തുന്നു. അതിൻ്റെ പിന്നിൽ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് മൊത്തത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഒപ്പം തന്നെ മന്ത്രിയെയും ഒപ്പം തന്നെ സർക്കാരിന് തന്നെയും ചീത്തപ്പേരുണ്ടാക്കിക്കൊണ്ട് ഒരു വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതിൽ രാഷ്ട്രീയ മുതലെടുപ്പിന്
തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ചും BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതിനൊരു രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് എത്തുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സർക്കാരിന് മുന്നിലേക്ക് എത്തുമ്പോൾ സർക്കാർ ഇതിനെ വളരെ ക്രിയാത്മകമായി തന്നെ നേരിട്ടുകൊണ്ട് കൃത്യമായ ഒരു അന്വേഷണം നടത്തുന്നു. ആ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ സ്പോൺസറായിട്ടുള്ള വ്യവസായമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഇത്തരത്തിൽ ഈ ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളുടെ പീഠം ഒളിപ്പിച്ചു വെച്ചിരുന്നത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിരുന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ റിപ്പോർട്ട് ഇന്ന് വിജിലൻസ് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. മാത്രമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ വിശദമായ അന്വേഷണത്തിനും നടപടിക്കും ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ലക്ഷ്മി, ദേവൻ MP ആണ് വിവരങ്ങൾ പങ്കുവച്ചപ്പോൾ.